വിഴിഞ്ഞത്തേക്കുള്ള MSC കമ്പനിയുടെ വരവ് അനുഗ്രഹമോ ആശങ്കയോ? ആദ്യ ദിവസം നമ്മളൊക്കെ പാടി പുകഴ്ത്തിയെങ്കിലും സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി നടത്തിയ നീക്കത്തിൽ സംശയങ്ങൾ ഇപ്പോൾ ഏറെയാണ്. ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. ആരുടെ ഡീൽ എന്നാണ് CPMന്റെ ചോദ്യം. ഒന്നും അറിഞ്ഞില്ലെന്ന് ഇന്നലെ പറഞ്ഞ മുഖ്യമന്ത്രി ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ജൂൺ 29 കരാർ ഒപ്പിട്ടു. അദാനി പോർട്സ് ഇപ്പോൾ സർക്കാരിന് കൈമാറി. ഈ കത്തിൽ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കും? എന്താണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്? നോക്കാം വിശദമായി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ വ്യവസ്ഥകൾ പ്രകാരം ഓഹരി ഘടനയിൽ നിർണായകമായ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് വ്യക്തമായ പങ്കാളിത്തമുണ്ട്. കരാർ പ്രകാരം 2080 തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതുമാണ്. അതിനാൽ തന്നെ ഇത്തരം വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഈ വിദേശ നിക്ഷേപ നീക്കത്തെക്കുറിച്ച് അദാനി കമ്പനി സർക്കാരിനെ അറിയിച്ചില്ല. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട കമ്പനി ആ വിവരം സർക്കാരിന് കത്തിലൂടെ അറിയിക്കുന്നത് ഇന്നാണ്. ഇത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലേ? വ്യവസ്ഥയും നിയമവും ലംഘിച്ചാൽ ആ കരാർ നിലനിൽക്കുമോ? ഇതാണ് പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നു. 25%-ലധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചാരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നും പിണറായി വിജയൻ വിമർശിക്കുന്നു. അപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. നിരവധി ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുക കൂടി ചെയ്യുന്നു. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25%-ൽ കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയുള്ളതാണോ? കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അടിവരയിട്ട് പറയുന്നത് പോലെ സർക്കാരിന്റെ അനുമതിയല്ല, മുൻകൂർ അനുമതിയാണ് ഇതിന് വേണ്ടത്. അതായത് ഈ നീക്കത്തിന് മുമ്പ് തന്നെ സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് കത്തിലൂടെ സർക്കാരിനെ അത് അറിയിക്കുന്നത്. അപ്പോൾ കരാർ വ്യവസ്ഥകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് MSCയുമായി ധാരണയിലെത്തിയിരിക്കുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രം സർക്കാർ അനുമതി തേടിയ നടപടി ദുരൂഹമാണ്. ഇവിടെ ഈ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു കരാർ സാധ്യമാവുക? അതിന് അദാനി പോർട്ടിന് എങ്ങനെ ധൈര്യം ലഭിക്കും? അനൌദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരുന്നോ? സർക്കാരിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നോ? തുടങ്ങി സംശയങ്ങളേറെയാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ വ്യക്തത വരുത്തേണ്ടത് VD സതീശനാണ്. ഈ നീക്കത്തിന് പിന്നിൽ സർക്കാരിന്റെ ഒത്താശയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ഇത്തരമൊരു പ്രധാന നീക്കം നടത്തുമ്പോൾ പാലിക്കേണ്ട സുതാര്യത ഒട്ടും ഇവിടെ കാണാനില്ലെന്നും ഇതിൽ അസ്വാഭാവികമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോൾ സംശയം മുന്നനീളുന്നത് മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയുമായ VD സതീശനിലേക്കാണ്. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം.
സർക്കാരിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞു. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് ഓഹരികൾ വിൽക്കാൻ കഴിയില്ലെന്നും അത്തരം നീക്കങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയും ഉണ്ടാകില്ലെന്നും ഇന്നലെ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതൊന്നുകൂടി കേൾക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിന്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ അനുമതി വേണമെന്നത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ മുൻകൂർ അനുമതിയാണ് വേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി എന്താണ് സർക്കാരിന്റെ നീക്കം? ഒന്നും അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാകാനിടയില്ല എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമായി എന്തും തീരുമാനിക്കാമെന്ന് അദാനി കരുതുന്നു. 25% ഷെയർ വിൽക്കുന്നതിൽ സതീശൻ മറുപടി പറയണം. കുത്തകവൽക്കരണം അനുവദിക്കില്ല എന്നുമാണ് CPMന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ പാർട്ടിയും CPMഉം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിക്ക് MSCക്ക് അവരുടെ ഷെയറിന്റെ 49% അദാനി കൈമാറാൻ തീരുമാനിച്ച വലിയ ഗൗരവമുള്ളൊരു പ്രശ്നം കേരളത്തിന്റെ മുമ്പിൽ വന്നു ചേർന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യം അറിയില്ല എന്നാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ ബാംഗ്ലൂർ യാത്ര സംഘടിപ്പിച്ച വിവിധ ഡീലുകൾ അതിൻ്റെ തുടർച്ചയിൽ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേക നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. അത് ശരിയാവാനിടയില്ല. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ VD സതീശൻ ഈ 25%-ലധികം ഷെയർ മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പോ കൃത്യമായും മുഖ്യമന്ത്രിയിലേക്ക് ചൂണ്ടുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി മറുപടി പറയണം എന്നതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചില യാത്രകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടി തോമസ് ഐസക്കും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓഹരികൾ അദാനി ഗ്രൂപ്പ് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനൌദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിരുന്നോ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്നതാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് കമ്പനി പ്രതിനിധികൾ സർക്കാരിനെ അറിയിച്ചിരുന്നതായി മാധ്യമ വാർത്തകളുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ രൂപീകരണത്തിന് മുൻപ് VD സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരുവിൽ പോയി അദാനി ഗ്രൂപ്പിലെ ഉന്നതനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഓഹരി കൈമാറ്റം തീരുമാനിക്കാനായിരുന്നോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നതാണ് തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കൃത്യമായും മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഡീലാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് CPMന്റെ ആരോപണം. എങ്ങനെ ഇത് പര്യവസാനിച്ചാലും എന്താ തെളിയിക്കുന്നത്? 30 വർഷത്തെ എല്ലാ ലാഭവും അവർക്ക്. എന്താണ് ആ ലാഭത്തിന്റെ വലിപ്പം? 10 വർഷം കൊണ്ട് മുതൽ മുടക്കിന്റെ 10 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കരാറല്ലേ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങളൊക്കെയായിരുന്നു, നിങ്ങളെന്താ ഉണ്ട് മരണച്ചപ്പോൾ ഇത് മാറ്റിയില്ല? മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ കേസായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സർക്കാർ ചെയ്ത് കരാറ് എത്തിയിരിക്കുന്ന കാര്യം അത് ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ഈ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും. അങ്ങനെ ഉത്തമ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ കടൽക്കൊള്ളയുടെ വലിപ്പം എത്രയെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടും. ഇത് ഈ രീതിയിലാണ് ആവർത്തിക്കേണ്ടത് എന്നുള്ളത്. അപ്പോ കൃത്യമായും ഇതിന്റെ സാമ്പത്തിക വശങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആരോപണമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ ഈ വിധത്തിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കുമ്പോൾ
എന്താണ് സർക്കാരിന്റെ നീക്കം എന്നതുകൂടി അറിയണം. ആരോപണം മുറുകുമ്പോൾ വിശദ പഠനത്തിനാണ് സർക്കാരിന്റെ നീക്കം. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ വിശദമായ പഠനത്തിന് ശേഷം മാത്രം അനുമതി നൽകിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി ആയിരിക്കും ഇക്കാര്യം പരിശോധിക്കുക. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. അതേസമയം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതിക്കായി കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മിസിൽ MDക്കുമാണ് അദാനി കമ്പനി കത്ത് നൽകിയിരിക്കുന്നത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടും. അവരുടെ അവകാശവാദം, അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാം എന്നാണ് കരാറ് എന്നാണ് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാൻ അധികാരം തങ്ങൾക്കുണ്ട് എന്നത് കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 24-നാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനയ്ക്ക് അവകാശം തങ്ങൾക്ക് ലഭിച്ചു എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ഇക്കാര്യത്തിലുള്ള വാദം. ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി വിശദീകരിച്ചിരുന്നു. 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് എന്ത് നീക്കവും ഉണ്ടാകൂ എന്നതാണ് നിയമസഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ആ 5 കാര്യങ്ങളിൽ ഒന്ന് ദേശീയ സുരക്ഷ ഉറപ്പാക്കുമെന്നതായിരുന്നു. 2 പൊതു താൽപര്യം സംരക്ഷിക്കുമെന്നതായിരുന്നു. നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും എന്നതായിരുന്നു. കുത്തക പാടില്ല, അതുകൊണ്ട് തന്നെ മത്സര സാധ്യത ഉറപ്പുവരുത്തും എന്നതായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കും എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകുമോ? ഇവിടെ ഇപ്പോൾ കമ്പനി മുൻകൂർ അനുമതി വേണം എന്ന നിയമം ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമായി ഏർപ്പെട്ട കരാറിൽ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എംപവേർഡ് കമ്മിറ്റി പരിശോധന കൂടി കഴിഞ്ഞാകും എന്തായാലും ഈ വിഷയത്തിലെ സർക്കാർ തീരുമാനം ഉണ്ടാവുക. MSC കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നതിനെയോ വരാനിരിക്കുന്ന സാധ്യതകളെയോ കുറച്ചു കാണുന്നില്ല. എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതും നിയമപരവും ആകണം. നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരിടപെടലും പാടില്ല. അദാനിയുടെ താൽപര്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നതും ആശാസ്യമല്ല. മാത്രവുമല്ല, നടപടിക്രമങ്ങൾ സുതാര്യമാകണം. ഇവിടെ സംശയമുന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ വികസന സ്വപ്നങ്ങളിൽ പ്രധാന സ്ഥാനം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ബജറ്റ് പ്രഖ്യാപനത്തിൽ നമ്മൾ അത് കണ്ടതാണ്. സ്വകാര്യവൽക്കരണം നയമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും കണ്ടു. അവിടെ മുഖ്യമന്ത്രി സംശയമുനയിലാകുമ്പോൾ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മറുപടി ഉണ്ടാകേണ്ടതാണ്. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.